ഹായ് എവരിവൺ. അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഹെൽത്ത് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞൊരു ഫാമിലി ബ്ലോഗർ ഉണ്ട്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവരൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. വേറൊന്നുമല്ല, ഈ ഹെൽത്ത് ആൻഡ് ഫാമിലിയിലെ ഭാര്യയും ഭർത്താവും വിദേശത്താണ് താമസിക്കുന്നത്. അവരുടെ 2 മക്കളാണെങ്കിൽ കഴിഞ്ഞ 2 മാസമായിട്ട് നാട്ടിൽ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെയാണ്. അങ്ങനെ ഈ 2 മാസത്തിന് ശേഷം വിദേശത്തുള്ള പിന്നെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് ഈ മക്കൾ രണ്ടുപേരും തിരിച്ചെത്തുവാണ്. അപ്പോ മക്കൾ വരുന്ന കാര്യം അമ്മയുടെ അടുത്ത് പറയാതെ സർപ്രൈസ് ആയിട്ട് വരുന്നെന്നുള്ള രീതിയിലായിരുന്നു സംഭവം. സർപ്രൈസ് ആക്കി വെച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ ഭർത്താവ് മക്കളെ എയർപോർട്ടിൽ നിന്ന് വിളിച്ച് റൂമിലേക്ക് വരും. പിന്നെ മക്കളോട് പറഞ്ഞ് നിങ്ങൾക്ക് വീട്ടിൽ ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാണ് റൂമിലേക്ക് വിളിച്ചോണ്ട് വന്നത്. എന്തായാലും അതിലൊരു കുട്ടിയോട് പുള്ളിക്കാരൻ പറഞ്ഞു നിനക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ല, വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് തമാശ പറഞ്ഞു. അങ്ങനെ ആ കുട്ടി ഈ അച്ഛനെ നല്ല രീതിയിൽ ആക്രമിച്ചു. ശരിക്കും കുട്ടികൾ ആ സമയത്ത് നല്ല ഉറക്കപ്പിച്ചിലായിരുന്നു. ഉറക്കപ്പിച്ചിലുള്ള കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോ എന്തായിരിക്കും ആ ഒരു ഇതെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഉറക്കപ്പിച്ചിലായിരുന്ന കുട്ടിയോട് നിനക്ക് ഗിഫ്റ്റ് തരില്ല എന്നും പറഞ്ഞ് ചൊറിയാൻ പോയി. അങ്ങനെ കുട്ടി അക്രമാസക്തനായി മാറി. അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അച്ഛനും മക്കളും ഒക്കെ ആകുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. അച്ഛൻ മക്കളെ വാശി പിടിപ്പിക്കുന്നതും അതുപോലെ തന്നെ പിന്നെ കുറുമ്പ് കാട്ടുന്നതും ഒക്കെ സ്വാഭാവികമല്ലേ. മക്കളുടെ കുടുംബമൊക്കെ ഒരു രസമാണ്, പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. കുടുംബമൊക്കെ ഏത് രീതി വരെ പോണമെന്നും ഏത് ലെവല് വരെ പോണമെന്നും അത് പിന്നെ അതൊക്കെ തീരുമാനിക്കേണ്ടത് പാരന്റ്സ് ആണ്. അപ്പോ കുറുമ്പ് കാണിക്കുന്ന സമയത്ത് പിന്നെ അഥവാ ഈ കുട്ടികൾ അക്രമാസക്തരാകുന്ന ആ ഒരു സമയത്ത് മാതാപിതാക്കൾ എന്ത് ചെയ്യണം? മക്കളോട് ശക്തമായി നോ പറയണം. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയണം. അങ്ങനെ ഇവിടെ അച്ഛൻ എന്താ ചെയ്തത്? പെട്ടെന്ന് ഗിഫ്റ്റ് എടുത്തു കൊടുത്ത് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് നോക്കിയത്. അങ്ങനെ ഇത് കണ്ട പ്രേക്ഷകരെല്ലാം കമന്റ് ബോക്സിൽ ഇതെല്ലാം ഓരോരുത്തര് ഇങ്ങനെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ തുടങ്ങി. കുട്ടികളെ ഇങ്ങനെ വാശി പിടിക്കാൻ അനുവദിക്കരുത്, അതുപോലെ തന്നെ മാതാപിതാക്കളെ ഇങ്ങനെ ആക്രമിക്കാൻ അനുവദിക്കരുത് എന്നൊക്കെ പറയാൻ ഒരുപാട് കമന്റുകൾ വരാൻ തുടങ്ങി. പക്ഷെ ഇത് അനീഷിനും ഐശ്വര്യ, അതായത് ഈ ഭാര്യയും ഭർത്താവിന്റെ പേരാണ് അനീഷും ഐശ്വര്യ, ഇവർക്ക് രണ്ടുപേർക്കും തീരെ പിടിച്ചില്ല. അത് മകന്റെ വാശിയെ കുറിച്ചുള്ള ആ കമന്റുകൾക്ക് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ അനീഷ് റിപ്ലൈ കൊടുത്തത്. ചിലരുടെ തന്തയ്ക്ക് വരെ വിളിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ സംഭവത്തെ അനീഷ് ന്യായീകരിക്കുന്നത് ഇങ്ങനെയാണ്: കുട്ടികളെ വാശി പിടിപ്പിച്ചാണ് ഇങ്ങനെ വളർത്തിയത്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും വിവാദത്തിന് കാരണമായ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് വരാം. ലൈറ്റ് ഉണ്ടോ? ഇവിടെ ലൈറ്റ് ഇല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, അമ്മയോട് പറയാതെയാണ് ഈ മക്കളെ കൊണ്ടുവന്നത്. എന്നിട്ട് പറയുന്നത് സർപ്രൈസ് കൊടുത്തതാണെന്നൊക്കെ. എന്താ സംഭവം നമുക്കറിയത്തില്ല. ഇതിപ്പോ സർപ്രൈസ് ആണോ അതോ റീച്ചിന് വേണ്ടിയിട്ടുള്ള നാടകമാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ഇതിന് ശേഷമാണ് കുട്ടി അനീഷിനെ ആക്രമിക്കുന്നത്. അങ്ങനെ ഇവരുടെ സർപ്രൈസ് കഴിഞ്ഞു. ഇനി പപ്പയ്ക്ക് അമ്മയ്ക്കും ഇവർക്കും സർപ്രൈസ് ഉണ്ട്. അടുത്ത വീഡിയോ പറയാം. ഗണ്ണേ അച്ഛനാക്കി അച്ഛനെ നോക്കണ്ടേട്ടോ, അച്ഛനെ നോക്കണ്ടേട്ടാ. സാധനം നോക്കാൻ വേണ്ടി പോണവൻ എനിക്കറിയാൻ പഠിക്കാൻ പോണ എനിക്കറിയില്ല കേട്ടാ. ഇല്ലേട്ടാ നിനക്ക് പപ്പയുടെ കൂടെ നല്ലതല്ലോ കേട്ടാ. ഇല്ല Pakai dulu mau
ഇതാ, പപ്പയ്ക്ക് ഒരു മോൾക്ക് പപ്പയ്ക്ക് ഒരു മോൾക്ക് നാളെ കൊടുത്താൽ വിചാരിച്ചാ പക്ഷെ ചവിട്ടി തവിടിയിരിക്കുന്നു കാര്യം പാവണിൽ നന്ദിയാ എന്റെ പപ്പയ്ക്ക് മോൾക്ക് ആ വണ്ടി വെച്ച് പോയി ചവിട്ടി പിടിക്കായിരുന്നു ഈശോ. അപ്പൊ കണ്ടില്ലേ, ആ കുട്ടി കട്ടിലിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് നിനക്ക് ഇനി ഗിഫ്റ്റ് ഒന്നും തരത്തില്ല, പപ്പയുടെ കൂടെ കിടന്നാൽ മാത്രമേ നിനക്ക് ഗിഫ്റ്റ് തരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിനാണ് ആ കുട്ടി കിടന്ന് ഇങ്ങനെ വാശി കാണിച്ചത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അനീഷിനെ ആ കുട്ടി ഉപദ്രവിച്ചിട്ടുണ്ട്. ആ അലമാരിയിൽ നിന്ന് അവന്റെ ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുന്നത് കാണുമ്പോ തന്നെ ആ പുള്ളിക്കാരന്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പുള്ളിക്കാരൻ ആകെ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. അപ്പൊ ഇങ്ങനെയുള്ള സീൻ കാണുമ്പോഴത്തേക്കും ആൾക്കാർ ഈ പാരന്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത് സ്വാഭാവികമാണ്. കാരണം കുഞ്ഞുങ്ങളുടെ ഇങ്ങനത്തെ സ്വഭാവത്തെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കുട്ടികളല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നും പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. കുഞ്ഞുങ്ങൾ എന്ത് കാര്യത്തിനാണോ വാശി പിടിക്കുന്നത്, അപ്പോ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് സാധിച്ചു കൊടുത്തിട്ട് വാശി നിർത്താൻ നോക്കുകയല്ല ഇവിടെ വേണ്ടത്. പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി വീണ്ടും ഇതേ കാര്യം തന്നെ ആവർത്തിക്കത്തില്ലേ. ആ കുട്ടിയുടെ മനസ്സിൽ കിട്ടുന്ന സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ വാശി പിടിച്ച് അടിയും ഇടിയും ഒക്കെ കൊടുത്താൽ കഴിഞ്ഞാൽ അച്ഛനും അമ്മയും നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചു തരുമെന്നാണ്. ആ ഒരു ചിന്താഗതി അവന്റെ മനസ്സിൽ എപ്പോഴും പതിഞ്ഞു കിടക്കും. ഒരിക്കലും അത് നല്ലതല്ല. ഈ ഒരു കാര്യമാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത്. അപ്പൊ അതിന് അഹങ്കാരം നിറഞ്ഞ മറുപടിയാണ് ഈ അനീഷും ഐശ്വര്യയും കൂടെ കൊടുത്തത്. എന്തായാലും ഞാൻ ചില കമന്റ്സും അതുപോലെ തന്നെ അതിൽ അനീഷും ഐശ്വര്യയും കൊടുത്ത ആ ഒരു റിപ്ലൈ ഞാനൊന്ന് വായിച്ചു തരാം. അപ്പന്റെ മുഖത്ത് ചവിട്ടിയപ്പോൾ ഒരു കുഞ്ഞ് അടി കൊടുക്കാമായിരുന്നു, ഇല്ലെങ്കിൽ ഇനിയും പിള്ളേരത് ആവർത്തിക്കും ചേച്ചി. അതൊക്കെ ഈ പ്രായത്തിലല്ലേ ഉണ്ടാവുള്ളൂ, 3 വയസ്സല്ലേ ഉള്ളൂ. അതിന് ഈ പ്രായത്തിലാണ് ഇരുത്തേണ്ടത്, വലുതായാൽ ബുദ്ധിമുട്ടാകും. അപ്പോ ഇതില് നമ്മള് കണ്ടപ്പോ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് പറയുന്നത് കൊച്ചല്ലേ, 3 വയസ്സല്ലേ ആയുള്ളൂ, അപ്പം ഇത് പിന്നെ വലുതാകുമ്പോ ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലെന്നാണ്. പക്ഷെ അതിന് നല്ലൊരു കമന്റ് ആണ് അതിന്റെ അടിയിൽ കൊടുത്തത്, ഈ പ്രായത്തിലാണ് തിരുത്തേണ്ടത്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്താണ് ഈ കുട്ടികളുടെ സ്വഭാവം രൂപപ്പെട്ട് വരുന്നത്. വാശി കാണിക്കുക എന്ന് പറയുമ്പോൾ 3 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ മുതിർന്നവർ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള രീതിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കുഞ്ഞല്ലേ, അതങ്ങനെയൊക്കെ ഉണ്ടാവും എന്നും പറഞ്ഞ് നിസ്സാരവൽക്കരിക്കപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പകരം ചെയ്യാൻ പാടില്ല എന്ന് വെച്ചിട്ട് പിന്നെ നല്ല രീതിയിൽ നോ പറയുക തന്നെ വേണം. കുട്ടി കളിപ്പാട്ടം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോ അച്ഛനെ ഇടിച്ചു ചവിട്ടി കരഞ്ഞു ബഹളം ഉണ്ടാക്കി. അപ്പൊ കുട്ടിയുടെ അച്ഛൻ കളിപ്പാട്ടം കൊടുക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? കുട്ടി വിചാരിക്കും ഞാൻ 2 അടിയും ഇടിയൊക്കെ കൊടുത്ത് നല്ലപോലെ ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യവും സാധിച്ചു കിട്ടുമെന്നല്ലേ വിചാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാവുമ്പോൾ അത് വീണ്ടും ആവർത്തിക്കാൻ ശ്രമിക്കും. പിന്നെ ഓവറായിട്ട് ശകാരിക്കുകയോ അടിക്കുകയോ ചെയ്യേണ്ട ആവശ്യവും ഇല്ല. പകരം ശാന്തമായി ഉറച്ച നിലപാടോടുകൂടി പ്രതികരിക്കുകയാണ് വേണ്ടത്. എത്ര കരഞ്ഞിട്ടും കാര്യമില്ല, നല്ലപോലെ നിന്നാൽ മാത്രമേ കാര്യം നടക്കൂ എന്ന് അവർക്ക് ബോധ്യപ്പെടണം. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, കുട്ടി അടിക്കുകയോ ഇടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിന് ശക്തമായിട്ട് തന്നെ വിലക്കണം. എപ്പോഴൊക്കെ ഇങ്ങനെ വാശി കാണിക്കുന്നു അപ്പോഴൊക്കെ നമ്മൾ ഉറച്ച നിലപാട് എടുത്തു കഴിഞ്ഞാൽ പതുക്കെ ഈ ഒരു ക്യാരക്ടർ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. ഞാൻ ഈ അടുത്ത കാലത്ത് തനി മലയാളി എന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടു. അത് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. കടിച്ചു ഷോൾഡർ മറ്റേ ചുവന്ന നോക്കി നോക്ക്. ഞാൻ ഇപ്പൊ എക്സ്പ്രഷൻ കൊടുക്കാതിരിക്കുക, കൊടുത്താൽ കൂടുതൽ കടിക്കും. സന്തോഷം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു മാതൃകയാണ്. കുഞ്ഞുങ്ങൾ അക്രമം കാണിക്കുമ്പോഴത്തേക്കും നമ്മള് ചെറിയ പ്രായമാണെങ്കിലും നമ്മൾ വിലക്കി തുടങ്ങും. ഞാനിതൊരു ജസ്റ്റ് ഉദാഹരണമായിട്ട് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നേരെ ഹെൽത്ത് ആൻഡ് ഫാമിലിയിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കമന്റ് ആണ് വീണ്ടും വന്നേക്കുന്നത്. അതിനകത്ത് ഇവര് വോയിസിലൂടെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതൊന്നും ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോ അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ അച്ഛനമ്മമാർ നോക്കേണ്ട പ്രായത്തിൽ അവർ തന്നെ നോക്കണം, അല്ലെങ്കിൽ വാശിയും വൈരാഗ്യവും കൂടും. വല്യമ്മയും വല്യച്ഛനും ഒക്കെ മക്കൾക്കൊത്ത് കളിക്കും. അതിന് റിപ്ലൈ കേട്ടോണേ. അപ്പൊ ഈ അച്ഛനും അമ്മയും മരിച്ച കുട്ടികളുടെ അവസ്ഥയോ? അവരും ഈ വാശിയും വൈരാഗ്യമൊക്കെ കൊണ്ടാണോ ജീവിച്ചു പോകുന്നത്? നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ വിലയിരുത്തണമെന്ന് മനസ്സിലാവണില്ല. ഒരു 4 വയസ്സാവാൻ പോകുന്ന കുട്ടിയുടെ 2 മിനിറ്റിന്റെ ക്യാരക്ടർ വെച്ചിട്ട് ഇങ്ങനെ ചുമ്മാ വിലയിരുത്തുക. കേട്ടല്ലോ. ഇനി അടുത്ത കമന്റ് കേൾക്കാം. മോന്റെ ദേഷ്യവും വാശിയും കഴിഞ്ഞ് ചേട്ടന്റെ മുഖം കണ്ടപ്പോ സങ്കടം തോന്നി. സാരമില്ല, അവനെ ചൊറിയാൻ പോയിട്ടല്ലേ. അതിനവര് കൊടുത്ത റിപ്ലൈ കേൾക്കാം. എനിക്കൊരു സങ്കടമൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ 2 മാസം അവരെ കാണാണ്ടിരുന്നിട്ട് എന്റെ ഭാര്യയോട് ചൊറിയാൻ പറ്റും. ഞാൻ അവരെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ എത്രത്തോളം ചൊറിയുണ്ടെന്നുള്ളത്. ഞാൻ അവരെ തല്ലാനോ
ദേഷ്യപ്പെടാനൊന്നും പോകാറില്ല. പക്ഷെ ചൊറിയാറുണ്ട്, അത് ഉള്ളത് തന്നെ. അതിനാണ് ഇപ്പൊ അവിടെ പ്രശ്നം ഉണ്ടായത്. ആ ചവിട്ടലും വാശിയും അതുകൊണ്ട് ഉണ്ടായതാ. എയർപോർട്ട് മുതൽ അവനത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവനെയും ഇവനെയും ഡോണിനെ ഞാൻ വരുത്തിച്ചത് തന്നെ ഏതപ്പനും ട്രെയിനും ഡോണിന് ജീപ്പ് മേടിച്ച് വെച്ചിട്ടെന്ന് പറഞ്ഞിട്ടാണ്. അത് കൊടുക്കാത്തതിനാണ് ആ പ്രശ്നം ഉണ്ടായത് അവിടെ. അത് കല്ലി. അപ്പൊ അടുത്ത കമന്റ്, പിന്നെ ഇങ്ങനത്തെ കളി കൊണ്ടാണ് അച്ഛനെയും അമ്മേനെയും മക്കൾക്ക് വേണ്ടാത്തത്, ഒന്നും നെഗറ്റീവായിട്ട് എടുക്കണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അവര് അതിന് കൊടുത്ത റിപ്ലൈ കേൾക്കാം. നിങ്ങൾ ഈ 1 മിനിറ്റ് 2 മിനിറ്റ് റീലുണ്ടല്ലോ ഈ പറയണത്, അല്ലാതെ നിങ്ങൾ ലൈഫിലോട്ട് ഇവിടെ ഒന്നുമില്ലല്ലോ ഞങ്ങളെങ്ങനെ വളർത്തണമെന്ന് അറിയാനായിട്ട്. തല്ലി പഠിപ്പിക്കാൻ തീരെ താല്പര്യമില്ല. മക്കൾ ഈ കൊച്ചു പ്രായത്തിൽ വാശിയും ദേഷ്യമൊക്കെ ഉണ്ടാവും. ഡിസിപ്ലിനോടെ പഠിക്കാനായിട്ട് ഇത് പട്ടാള ക്യാമ്പൊന്നുമല്ല. പിള്ളേരാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടാണ് വരുന്നത്, ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് തന്നെ വലുതാവുന്നത്. വാശിയും ദേഷ്യവും മക്കൾക്ക് ഉണ്ടാവും, കൊച്ചു മക്കൾക്ക് അതൊക്കെ ഉണ്ടാവും. അല്ലാതെ മന്ദം പിള്ളേരൊന്നുമല്ലല്ലോ. മന്ദം ബുദ്ധിയും ബോധമുള്ള നിന്റെ വർത്താനം എങ്ങനെയാ നീ ആലോചിച്ച് നോക്ക്. കൊച്ചു മക്കളോടാണ് ഈ പറയണത്. നല്ല ബോധം. ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ വീഡിയോ കാണുന്നത്. കാര്യം പറയട്ടെ, ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത വീഡിയോ കാണുന്ന ആളുകളെ വേണം പറയാൻ. അവരുടെ ചെറിയ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ എല്ലാത്തിനും വളരെ പുച്ഛഭാവത്തോടു കൂടി നെഗറ്റീവായി ഇവർ മറുപടി നൽകുന്നത്. ഇവിടെ ഇടുന്ന ഓരോ കമന്റും ഉപദേശം എന്നോണം എടുത്തുകൂടെ? ആരും ഇത്ര മോശമായിട്ടൊന്നും കമന്റ് ചെയ്ത് കണ്ടില്ല. സബ്സ്ക്രൈബേഴ്സിനോട് വളരെ പുച്ഛമാണ് ഇവർക്ക്. അതിന്റെ വോയിസ് കേൾക്കാം. പിന്നെ ഇത്തിരിക്കോളം പോകുന്ന കൊച്ചിനെ ഓരോന്ന് പറഞ്ഞ കേട്ടോണ്ടിരിക്കുക. നിന്റെ കൊച്ചിനെ നീ വേണമെങ്കിൽ പറയിപ്പിക്ക്, എനിക്ക് സൗകര്യമില്ല കേട്ടോണ്ടിരിക്കാൻ. നിനക്ക് വേണേ വീഡിയോ ഉണ്ടാ മതി, ഒരു നിർബന്ധവും ഇല്ല കേട്ടാ. എന്റെ സപ്പോർട്ടും വേണ്ട ഇവിടെ. അയ്യടാ, ഇവിടെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പറഞ്ഞ കേട്ടോണ്ടിരിക്കണ. തലക്കാലം സൗകര്യമില്ല. അപ്പോ ഇതെല്ലാം കണ്ടിട്ട് വേറൊരാള് കമന്റ് ചെയ്തത് മക്കൾ കാണിക്കുന്നത് കണ്ടിട്ടാണ് അവരെല്ലാരും കമന്റ് ചെയ്തത്. അങ്ങനെ കമന്റ് ചെയ്തത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ബ്ലോക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കമന്റ് ബോക്സ് അല്ലേ, ആളുകൾ അതിന്റെ അഭിപ്രായം പറയാം, അത് സ്വാഭാവികമാണ്. അതിന് ഇവര് കൊടുത്ത മറുപടി കേൾക്കണോ? ആളുകൾ മക്കളെ പറഞ്ഞാൽ തർദ്ദയ്ക്ക് വിളി കേൾക്കേണ്ടി വരും. നിങ്ങൾക്ക് അത് കേൾക്കാൻ മനസ്സില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണാതിരിക്കാനാണ് പറയുന്നത്. എന്ത് പറച്ചിലാണല്ലേ. അനീഷിന്റെ നിലപാട് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. കാര്യം എന്റെ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുമെന്നാണ് പറയുന്നത്. വളരെ മോശമല്ലേ അത്? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇവര് അപ്ലോഡ് ചെയ്യാതിരിക്കുന്നതായിരുന്നു നല്ലത്. വളരെ മോശമായിട്ടുള്ള ഒരു ഇത്. കാരണം ഇത് സോഷ്യൽ മീഡിയ ആകുമ്പോൾ എന്തായാലും പിന്നെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരും. ഇവര് ആരും ഇതിനകത്ത് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തല്ലേ, പേരന്റിങ് മോശം എന്നുള്ള രീതിയിലേ പറഞ്ഞത്. അല്ലാണ്ട് ഇവര് ഇത് ഭയങ്കര രീതിയിലൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് ഇങ്ങനെ ഈ ഫാമിലി എന്തിനാണ് സബ്സ്ക്രൈബേഴ്സിനോട് ഇങ്ങനെ സംസാരിച്ചത്? അത് വളരെ മോശമായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാൻ മതി.